സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ. ലോകത്തിനു മുൻപിൽ രാജ്യത്തിന്റെ വികസന കവാടമാണ് ഇന്ന് തുറക്കപ്പെട്ടത്. വിഴിഞ്ഞം തുറമുഖം പൂർണ്ണതോതിൽ സജ്ജമാകുന്നതോടുകൂടി വലിയ വികസനമാണ് കേരളത്തിൽ ഉണ്ടാവുക. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ വിഴിഞ്ഞത്ത് ചരിത്രം പിറന്നു. തുറമുഖത്തെത്തിയ കൂറ്റൻ കപ്പൽ MSC സെലസ്റ്റിനോ മരസ്കായെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചതോടെ തുറമുഖത്തിന്റെ ഔദ്യോഗിക കമ്മീഷനിംഗ്. പോർട്ട് ഓഫീസും അനുബന്ധ കെട്ടിടങ്ങളും സന്ദർശിച്ച ശേഷമാണ് പ്രധാനമന്ത്രി പൊതുസമ്മേളന വേദിയിലെത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ സാന്നിധ്യത്തിൽ തുറമുഖം നാടിന് സമർപ്പിച്ചതായുള്ള പ്രഖ്യാപനം. ये विजिंगम डीप वाटर सी पोर्ट है. मैं केरला के लोगों को, देश के लोगों को बहुत बहुत बधाई देता हूं. अब देश का पैसा देश के काम आएगा. जो पैसा बाहर जाता था वो केरला और विजिंगम के लोगों के लिए नई इकोनॉमिक अपॉर्चुनिटी लेकर आएगा. ഇത് കേവലം ഒരു തുറമുഖ കവാടം തുറക്കലല്ല, മൂന്നാം മിലിനിയത്തിലെ വികസന സാധ്യതകളിലേക്കുള്ള രാജ്യത്തിൻ്റെ മഹാകവാടം തുറക്കലാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ വിസ്മൃതിയിൽ നിന്ന് വിഴിഞ്ഞത്തെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു. രാവിലെ മുതൽ തന്നെ പൊതുജനത്തിന് പ്രവേശനമുണ്ടായിരുന്നു. ചരിത്ര നിമിഷത്തിൽ പങ്കാളിയാവാൻ തിരമാല പോലെയാണ് ജനങ്ങൾ ഒഴുകിയെത്തിയത്. ഉത്സവലഹരിയിലായിരുന്നു വിഴിഞ്ഞം. വലിയ സന്തോഷത്തിലാണ്. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഉത്സവം എന്ന് തന്നെയാണ് പറയാം. വളരെ പ്രയത്നിച്ച് വളരെ നാട്ടുകാരും എല്ലാവരും വളരെ പ്രയാസപ്പെട്ട് വന്ന സമരമാർഗങ്ങളെല്ലാം ഇവിടെ നിന്ന് തുരത്തി ഈ പദ്ധതിയുടെ സ്വപ്നതീരം കണ്ടതിൽ വളരെയധികം സന്തോഷം. അനുബന്ധ അടിസ്ഥാന സൗകര്യ വികസനം കൂടി പൂർത്തിയാക്കിയാൽ മാത്രമേ തുറമുഖം അതിന്റെ ലക്ഷ്യം കാണുകയുള്ളൂ. വിഴിഞ്ഞം ഇന്ന് നങ്കൂരമിടുന്നത് മഹാവികസനങ്ങളുടെ വലിയ ഭൂമികയിലേക്കാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, സംസ്ഥാന മന്ത്രി VN വാസവൻ, ഗൗതം അദാനി, കരൺ അദാനി, ശശി തരൂർ MP, BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിട്ടുനിന്നു. മീഡിയ 1 തിരുവനന്തപുരം.